മറ്റൊരു വിഷയം, ഈ നോവൽ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, ഗൾഫിലെ ആധുനികത സാധ്യമാക്കിയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അവിടുത്തെ രാജ്യഭരണത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഒരു കൊളോണിയൽ ഇഴകളാണ് അതിനൊരു കാരണമെന്ന് ഉള്ളൊരു നരേഷനും താങ്കളത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ യൂറോപ്പിലെ ആധുനികതയുടെ എക്സ്റ്റൻഷൻ തന്നെയാണോ അതിലെത്രമാത്രം ഉണ്ട്, ഗൾഫിലെ ആധുനികതയിൽ എത്രമാത്രം ആ ഘടകം ഉൾച്ചേർന്നിരിക്കുന്നത്? ഓയിൽ എക്കോണമി അതുമൂലമുണ്ടായ ജീവിതവും ഒരു നിയോ കൊളോണിയലിസം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ പുതിയ കാലത്തും ഈ സാമ്രാജ്യത്വ ശക്തികൾ, ഇമ്പീരിയലിസം അല്ലെങ്കിൽ മുതലാളിത്തം ഈ വ്യവസ്ഥയെ അപ്പാടെ നിയന്ത്രിച്ചിരുന്നു. നമ്മുടെ മുഴുവൻ ജീവിതത്തെയും ജീവിത രീതിയെയും റീഡിസൈൻ ചെയ്തിട്ടുണ്ട് ഓയിൽ ഇമ്പീരിയലിസം. അത് അന്നാട്ടിലെ ഭരണകർത്താക്കളോ ആരുമല്ല അത് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അവിടുത്തെ ഈ ആധുനികത, നേരത്തെ ചോദിച്ചില്ലേ ആധുനികത, അവിടെ ആധുനികതയുണ്ട്. അത് എങ്ങനെയാണ് ആ നാട്ടിൽ ഉരുവം കൊണ്ട് വളർന്നു വന്ന അവര് സ്വാംശീകരിച്ച ആധുനികതയല്ല, അല്ല പണം കൊടുത്ത് വാങ്ങിയ ആധുനികതയാണ്. പണം കൊടുത്ത, അതായത് അതെല്ലാം ഉൽപ്പന്നങ്ങളാണ്. മാർക്കറ്റ്, വലിയൊരു മാർക്കറ്റ് ഉണ്ടാവുന്നു, അവിടുന്ന് വാങ്ങുന്നു, അല്ലെങ്കിൽ പുതിയ മാർക്കറ്റുകളിലേക്ക് പോകുന്നു എന്ന നിലയിൽ സംഭവിക്കുന്നു. ഈ നോവല് തന്നെ ചർച്ച ചെയ്യുന്ന തദ്ദേശീയ സമൂഹങ്ങളിലെ ഈ അസ്വസ്ഥതയ്ക്ക് ഇതൊരു കാരണമായിട്ട് പറയാൻ പറ്റില്ലേ? മനുഷ്യനല്ലേ പ്രധാനമായിട്ടും. അപ്പോൾ അവരെല്ലാവരും ഇത്തരം ഒരു ധനസമൃദ്ധി, ഇത്തരം സൗകര്യങ്ങളുടെയും സുഖ സൗകര്യങ്ങളുടെയൊക്കെ ലഭ്യത നിശ്ചയമായിട്ടും അവരെ ഈ ചോദ്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കും എന്നാണ് അതൊരു മനുഷ്യ സ്വഭാവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.